പ്രിയമുള്ളവരെ, ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഈ ദിനത്തിലിന്ന് സമുദ്രദിനം കൂട്ടുകുടുംബത്തിലേക്ക് വിശിഷ്ട വ്യക്തികൾ ഇന്ന് ഈ കൂട്ടുകുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള കൗമുദിയുടെ കൊല്ലം ചീഫ് യൂണിറ്റ് എസ് രാധാകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ കേരളാവധി കൊല്ലം ബ്യൂറോ ചീഫ് വി ഉണ്ണിക്കണ്ണൻ, പരസ്യ മാനേജർ കേരളാവധിയുടെ കൊല്ലം അഭിലാഷ് സാറ്, ഫോട്ടോഗ്രാഫർ കൊല്ലം കേരളാവധിയുടെ ശ്രീധർലാൽ, അതുപോലെ തന്നെ കേരളാവധിയുടെ എല്ലാമായ കോട്ടത്തല ശ്രീകുമാർ സാറ് ഉൾപ്പെടെ ഇന്ന് വേദിയിലെത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിനും ഇന്ന് കേരളാവധിയുടെ യൂണിറ്റ് ചീഫ് കൂടിയായ രാജേഷ് സാറ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ യോഗത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം. ഇന്നിവിടെ എത്തിച്ചേർന്ന കേരള കൗമുദിയുടെ യൂണിറ്റ് ചീഫ് കൂടിയായ എസ് രാധാകൃഷ്ണൻ സാറിനെ സ്നേഹത്തോടു കൂടി എൻ്റെ വാക്കിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ കേരള കൗമുദിയുടെ കൊല്ലം ബ്യൂറോ ചീഫ് കൂടിയായ ബി ഉണ്ണിക്കണ്ണനും സമുദ്രദിനം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. കേരള കൗമുദി കൊല്ലം പരസ്യ മാനേജർ അഭിലാഷ് സാറിനും എൻ്റെ പേരിലും സമുദ്രദിനം കൂട്ടുകുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. കേരള കൗമുദി കൊല്ലം ഫോട്ടോഗ്രാഫർ ശ്രീധൽ സാറിനും സമുദ്രദിനം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അടുത്തതായി ഇനി സ്വാഗതം പറയാനുള്ളത് സമുദ്രദിനം കൂട്ടുകുടുംബത്തിനോടൊപ്പം തുടക്കം മുതൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോട്ടത്തല ശ്രീകുമാർ സാറിനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള കൗമുദിയുടെ യൂണിറ്റ് ചീഫ് കൂടിയായ എസ് രാധാകൃഷ്ണൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പുകയിലയുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അതൊന്നും പറയേണ്ട ഒരു വേദിയല്ല ഇത്. കാര്യം നിങ്ങൾ അതിലൊന്നും ഒരിക്കലും ആഭിമുഖ്യം കാണിക്കുന്നവരല്ല. എങ്കിലും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഈ സ്ഥാപനം മുതിർന്നതിൽ ഇതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ ഇവിടെ സംരക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് ഒരു കുടുംബ അന്തരീക്ഷമുണ്ടാക്കി നിങ്ങളെ ഇവിടെ പോറ്റുകയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഞാൻ അനാഥനാണ്, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, അല്ലെങ്കിൽ എന്നെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് റോഡിൽ അലഞ്ഞതാണ്, തെരുവിൽ അലഞ്ഞതാണെന്നൊക്കെ അല്ലേ നിങ്ങൾ ധരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളങ്ങനെയൊന്നും ഉള്ളവരല്ല. അതാദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മളീ മനുഷ്യരിങ്ങനെ ഈ ലോകത്ത് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിവിടെ വന്നു. നിങ്ങൾക്ക് കുറേ അനുഭവങ്ങളുണ്ട്. ദുഃഖം നിറഞ്ഞ, ദുഃഖം ഘനീഭവിച്ച കുറേ ചിന്തകളുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ആർക്കും ഞാൻ ആരാണെന്ന് അറിയില്ല. നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരാണെന്ന്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരാണെന്ന് സ്വന്തം ചോദിച്ചു നോക്കണം. ഞാൻ ആരാണെന്ന്. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഞാൻ ആരാണെന്ന്? നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം, നമുക്ക് ദുഃഖമുണ്ടാകുന്നതിൻ്റെ പ്രധാന പ്രശ്നം അവരവർക്ക് അവരാരാണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉണ്ടോ?
നിങ്ങൾക്ക് നിങ്ങളെ അറിയാവോ? എൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ രാധാകൃഷ്ണനാണ്, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തുള്ള ആളാണ്, കേരള കൗമുദിയുടെ എഡിറ്ററാണ്, അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ മകനാണ്, അങ്ങനെയൊക്കെ അറിയാവൂ. യഥാർത്ഥത്തിൽ അതൊന്നും അല്ല ഞാൻ. നിങ്ങൾ ശ്രദ്ധിക്കുമോ? ആ ഞാനിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ദുഃഖമയമായ ഒരു ജീവിതമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. ഇതിനകത്ത് വന്നു ചേർന്ന ചില നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന പലതുമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അതൊന്നും അല്ല ഞാൻ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളുകളെ, നിങ്ങൾക്കിപ്പം വീടില്ല എന്ന് തോന്നുന്നു, ഇവിടെയുള്ള ആളുകൾ, റുവൽ സിംഗിനോട് നിങ്ങൾ ഭയങ്കര സ്നേഹമായിരിക്കും, ആണല്ലോ. അദ്ദേഹമാണ് നിങ്ങളുടെ അച്ഛൻ, അമ്മ, എല്ലാം റുവൽ സിംഗ് ആണ്. അപ്പോൾ റുവൽ സിംഗിനെ സ്വാഭാവികമായിട്ടൊരു സ്നേഹം നിങ്ങൾക്കുണ്ടാകും. എന്തുകൊണ്ടാണ്? റുവൽ സിംഗിനെ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അതെങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? റുവൽ സിംഗുമായിട്ടുള്ള പരിചയമുള്ളത് കൊണ്ടാണ്. ഇടപഴകാൻ കഴിഞ്ഞു. റുവൽ സിംഗുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞതുകൊണ്ട് റുവൽ സിംഗിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, റുവൽ സിംഗ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് റുവൽ സിംഗിനോടൊരു സ്നേഹം നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ റുവൽ സിംഗിനൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഏറ്റവും റുവൽ സിംഗിന് ഇഷ്ടമായ എന്താണോ ഇഷ്ടം, ആ ഇഷ്ടമായ ഗിഫ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? അദ്ദേഹവുമായി ഇടപഴകിയത് കൊണ്ടാണ്, അടുത്തിടപഴകിയത് കൊണ്ടാണ്. അപ്പം നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകിയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ആരാണെന്നറിയാതെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? പറയുന്നത് മനസ്സിലാവുമോ? നമ്മളോടൊപ്പം ഇരിക്കണം കുറേ നേരമെങ്കിലും നമുക്ക് നമ്മളോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനിഷ്ടം നമുക്കറിയാൻ പറ്റും. ഞാൻ ഇതല്ല, ഇതൊന്നുമല്ല, ഈ ദുരിതമൊന്നും എൻ്റേതല്ല, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അല്പ ആനന്ദങ്ങളൊന്നും എൻ്റേതല്ല, അതിനേക്കാൾ വലിയ ആനന്ദം എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കും. നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോടൊപ്പം ഇരിക്കണം, നിങ്ങളെ അറിയാനിരിക്കണം. അതിന് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ കുറേ നേരത്തേക്കെങ്കിലും ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമൊക്കെ മാറി ഏകാഗ്രമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റും. അവാച്യമായ ഒരു ആനന്ദമായിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കണം. നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ എല്ലാവരുടെയും ഇടയിലിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വേറൊന്നും ഇവിടെ ഇല്ല എന്നൊരു തോന്നൽ, എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായിരിക്കുക. ധ്യാനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു വേറൊരു വേർഡാണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് അവാച്യമായ ഒരു ആനന്ദം അനുഭവിക്കാനും കൂടെ കഴിയും. അതിനുള്ള സാഹചര്യം ഇതിൻ്റെ സംഘാടകരെ ഉണ്ടാക്കി തരട്ടെ.